ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനും പിള്ളേരും കൂടെ ഒരു കല്യാണത്തിന് പോവുകയാണ്. നമ്മളെ ഒരു ഫാമിലി ഫ്രണ്ട് തന്നെയാണ്. ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സിംബയെ ഒരു ഫ്രണ്ടിന് കൊടുത്തു എന്ന് പറയില്ലേ, ഒരു റിസോർട്ടുകാരന്. അപ്പോൾ അവൻ ഇന്ന് കല്യാണമാണ്. ചേട്ടൻ ചെന്നൈയിലായത് കാരണം നമ്മൾ മൂന്നുപേരും കൂടെ പോവുകയാണ്. എന്തോ വീഡിയോ എന്തോ ക്ലിയർ ഇല്ല. അതെന്ത് ധനു കാർ ഓട്ടിക്കുന്നു, വിഷ്ണു മയക്കുന്ന ലീവ് എടുത്തു. അവൾക്ക് 2-3 ദിവസം സ്കൂളിൽ ഡാൻസ് കളിച്ചത്. ഇംഗ്ലീഷ് ക്ലാസ് വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ്. നീ അത് പറഞ്ഞില്ലല്ലോ നീ എൻ്റെ അടുത്ത്. ഇത് മാമും കൂടെ കേട്ടോണ്ടിരിക്കുന്നതായിരിക്കും അവർ. പക്ഷെ ഇവിടെ കുറച്ച് കെയർഫുൾ. ഇവിടെ നമ്മുടെ റോഡൊന്നും ശരിയില്ല. റോഡ് നന്നാക്കാൻ വേണ്ടി 2 സൈഡും ചരലും ചല്ലിയും മണ്ണും ഒക്കെ കൊണ്ടിട്ടൊക്കെയാണ്. റോഡ് നന്നാക്കാനാണ്, ഈ വീടിന് വേണ്ടിയല്ല. ഇതാ ഈ റോഡ് ഫുള്ളായിട്ട് ഇട്ടിരിക്കുന്നത് നമ്മുടെ ഈ റോഡിന് ടാറിടാൻ വേണ്ടിയാണ്. ടാറാണോ ഇന്റർലോക്ക് ആണെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു. വിഷ്ണു മായക്ക് ഇന്ന് ലീവ് എടുക്കേണ്ടി വന്നു. കാരണം അവൾക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സ്കൂളിൽ ഡാൻസ് പ്രാക്ടീസ്. വിഷ്ണു മായ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞോ. ഇത് പിണക്കത്തിലിരിക്കണ വിഷ്ണുവിന് കാല് വേദന. ഡാൻസ് ആനുവൽ ഡേ വന്ന് ഈ മാസം 10-ാം തീയതി. അപ്പോൾ അതിനു വേണ്ടി എന്ന് സ്കൂളിൽ ഡാൻസ് കളിച്ച് നോക്ക് കാല് വേദന എന്ന് പറഞ്ഞല്ലേ വിഷ്ണു. അപ്പൊ ഇന്ന് അങ്ങനെ ഒരു ലീവ്, കുറേ ലീവായി വിഷ്ണുവിന്. ആ ലീവെല്ലാം അമ്മയാണ് കട്ട് ചെയ്തത്. ഓൾറെഡി എടുത്ത ലീവൊക്കെ ഞാനാണ് എടുത്തില്ല. അത് നമ്മൾ ചെന്നൈയിൽ പോയതും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിനക്ക് വയ്യാതായില്ലേ, നീ ഐസ്ക്രീം കഴിക്കും, ആശുപത്രി കിടക്കും, അങ്ങനെയൊക്കെ അല്ലേ നിന്റെ ലീവ് ആവുന്നത്. ശരിന്നേ, ശരി. ഇനി ആനുവൽ ഡേ കഴിഞ്ഞിട്ട് ഇനി ലീവ് എടുക്കാനേ പാടില്ല കേട്ടാ. താനും ഇന്ന് വരുന്നില്ല, അവൻ കുറച്ച് ബിസിയാണ്. അവന് ടെസ്റ്റ് ഉണ്ട്, പിന്നെ പഠിക്കാൻ നിറയുണ്ട്. ജാനുവരി എന്ന് ധനു നിനക്ക് ടെസ്റ്റ് എന്ന് എക്സാം നിനക്ക് തുടങ്ങുന്നത് 17. ജാനുവരി 17 അവന് MBA അവൻ്റെ ഫസ്റ്റ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വരൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ എനിക്ക് ഇവിടെ കൂടെ പോകണമെങ്കിൽ തനിച്ച് 2 വീലറിൽ പോണത് കുറച്ച് കഷ്ടമാണ്. ആ റോഡ്, ഏതിൻ്റെ റിസോർട്ടിൻ്റെ ഉള്ളിൽ പോണ റോഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാർ എടുത്തുകൊണ്ട് പോകാനും എനിക്ക് പ്രശ്നമാണ്. 2 വീലറിലാണെങ്കിൽ നമ്മളെ നട്ടലൊടിയും. അപ്പോൾ അത് കാരണം എങ്ങനെയെങ്കിലും ഒന്ന് വാടാ, നമുക്കൊരു 1 അവറിൻ്റെ ടൈം തന്നല്ലോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് ഞാൻ. അപ്പോൾ ഇന്ന് കല്യാണത്തിന് പോകുമ്പം ഒരു പക്ഷേ സിംബയെ കാണാൻ പറ്റും. സിംബയെന്ന് കാണണം. ഇന്നലെ കണ്ടു നമ്മൾ. ഇന്നലെ റിസപ്ഷന് വേണ്ടി പോയിരുന്നു. റിസോർട്ടായത് കാരണം രാത്രിയിൽ എല്ലായിടും ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഇന്നലെ. അപ്പോൾ ഇനി കുറച്ച് പകലല്ലേ, കുറച്ച് നോക്കാം. സിംബയെ കാണിച്ചു തരാം. നമ്മൾ പോണത് നന്ദിമംഗലം. നമ്മൾ ഇതിനു മുമ്പേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നന്ദിമംഗലത്ത് നമ്മൾ ആറ്റിൽ കുളിക്കാൻ പോയ ഒരു വീഡിയോ. അപ്പോൾ അത് തന്നെയാണ് ആ സ്ഥലം. നല്ല റിസോർട്ടാണ്. ആർക്കെങ്കിലും തൃപ്പരപ്പ് ഇവിടെ അരുവി കാണണം അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് കന്യാകുമാരിയിലൊക്കെ ഒന്ന് പോവാം, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നന്ദിമംഗലം റിസോർട്ടിലേക്ക് നിങ്ങൾക്ക് ധാരാളം വരാം. നല്ല ഒരു ഏരിയയാണ്. ഏഡൻ ഫാൾസ്. അപ്പം ഞാൻ എന്തോ പറഞ്ഞപ്പോഴേ നന്ദിമംഗലത്തിൽ ഏഡൻ ഫാൾസ്. അതെ, ചേക്കൽ. പെണ്ണന്തോട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ചേക്കൽ ഉള്ളിൽ കയറി ഇവിടുന്ന് ടേൺ ചെയ്യണത് നന്ദിമംഗലം. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട്. അവൾ എൻ്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പേര് പൗർണമി. നമുക്ക് അവളുടെ വീട്ടിൽ ഈ വഴിയും പോവാം. പിന്നെ ഇത് പറഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പൊ പൗർണമിയുടെ വീട്ടിൽ എല്ലാവർക്കും പോവാൻ മനസ്സിലാവും. അതിന് കുറച്ച് അങ്ങ് പോയി നിർത്തും. അപ്പൊ നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ്. ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് കാണിക്കുന്നു. അവിടെ ആ വെള്ളത്തിൻ്റെ അവിടെ ഇതാണ് കല്യാണ പയ്യൻ. വീഡിയോ എടുക്കണം കേട്ടാ, കുഴപ്പമില്ലല്ലോ. ശരി. നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കല്യാണ പെണ്ണ്.
ഒരു കുതിര നിൽക്കുന്നുണ്ടാ? ആ കുതിര കുതിര ഞാനാണ് കുതിര നീ ഞാൻ അത് ദൂരെ നിൽക്കുന്ന ആ കുതിരയാണ് കാണിച്ചത്. നമുക്ക് അങ്ങോട്ട് പോയി പിന്നെ നോക്കാം. പിള്ളേർ രണ്ടുപേരും അവൾക്ക് ഡക്കിനെ കാണണമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് പോയി. അതങ്ങ് ഓട്ടിച്ചു വിട്ടു അവള്. ഇങ്ങോട്ട് വാ, രണ്ടുപേരും ഇങ്ങോട്ട് വാ. ധനു ധനു ഇങ്ങോട്ട് വാ. കമോൺ കുട്ടികളെ, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കട്ടെ ഞാൻ. തേനീച്ച കൂടൊക്കെ ഉണ്ട് ഇവിടെ. അത് തൊടല്ല അതില്. ഇത് ഒറിജിനൽ കുതിരയാണോ അതാ കോവാർ കുതിരയാണോന്ന് അറിയില്ല. ഇത് ഒറിജിനൽ കുതിര തന്നെ. ഇത് അതാ ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്നല്ല. കോവാർ കുതിര എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കഴുതയ്ക്ക് കുതിരയ്ക്കുള്ള ചെറിയൊരു ഇതുണ്ടല്ലോ. കുതിര തന്നെ അത് ഷുവർ. പക്ഷേ അതിലൊരു വെറൈറ്റി ഉണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഉണ്ട്. അവിടെ ഫാദേഴ്സ് എല്ലാം എന്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കല്യാണ ദമ്പതികളെ പറ്റിയൊക്കെ പ്ലസ് ചെയ്യുകയും അവരെ പോയിട്ട് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ഓഡിബിളായിരിക്കും തോന്നണില്ല. എങ്കിലും ഇത് വന്ന് ഒരു 15 ഏക്കറിൻ്റെ തറയാണ് കേട്ടോ. ഒരു കാടാണ്. റബ്ബർ കാട് മാത്രമല്ല, വേറെയുണ്ട്. കുറച്ച് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ തെങ്ങും വേറെ എന്തൊക്കെ നല്ല ഈ ഫലവൃക്ഷങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ടൊക്കെ പോകണം, കുറച്ച് പോയാൽ കാണാൻ പറ്റും. നമ്മളിതിനു മുമ്പ് ഒരു ദിവസം ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തു. തൊട്ടടുത്ത് തന്നെയാണ് വീട്. എന്നാലും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒന്ന് ആസ്വദിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ വന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്ത് അങ്ങനെ ഫുള്ള് വെള്ളത്തിലായിരുന്നു. കൂടി ഫുള്ളാണ് രാവിലെ മുതൽ ഉച്ച വരെ ആറ്റിൽ. അവിടെ ആറുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം ആറ്റിൽ. അത് കഴിഞ്ഞ് പിന്നെ ആഹാരം കഴിക്കാൻ വേണ്ടി വന്നു. പിന്നെ വീണ്ടും ഒരു 1 hour റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും പോയി ആറ്റിൽ പോയി കിടന്നു. അതൊക്കെ ഒരു നല്ലൊരു സമയമായിരുന്നു. പക്ഷെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇങ്ങനെ വീട്ടിലും നമുക്ക് സമയം കിട്ടാത്ത. എപ്പോഴും നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടഞ്ഞടന്നാലും ശരിയാവില്ല. പുറത്തൊക്കെ ഇങ്ങനെയൊക്കെ അടുത്തായാലും അങ്ങനെയൊക്കെ പോകണം. ധനു എന്താണ് അങ്ങനെ ഒരു ആക്കൽ? ഒന്നുമില്ലേ? കരുത്ത് അങ്ങനെയല്ലടാ. നമ്മൾ വേറെ ഒരിടവും വലുതായിട്ടൊന്നും പോയില്ലെങ്കിൽ തൊട്ടടുത്ത് നമുക്ക് നിറയെ കാണാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് പുറത്തോട്ടൊക്കെ പോവാം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോൾ അടിപിടിക്കല്ലേ. കുതിരയുടെ അടുത്ത് പോകാൻ വേണ്ടി കെട്ടി തന്നെ ഇട്ടെങ്കിൽ എന്നാലും ശരി, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കുതിര നിൽക്കുന്നതായിട്ടൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. രണ്ട് ദോസ്ത് കുതിരയും കൊക്കും. നമുക്കടുത്ത് പോകാൻ പേടി. ചെറിയ കൊക്കടാ. ഒന്നും ചെയ്യില്ലണ്ട അടുത്ത് പോയിട്ട്. ഇത്രയും നല്ല ലെങ്തിയായിട്ടാണ് അതിൻ്റെ കയറ് കിടക്കുന്നത്. നമ്മൾ അടുത്ത് പോയി അത് ഇങ്ങോട്ട് ഒന്ന് പാഞ്ഞാൽ മതി. നമ്മളെ കൊണ്ട് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. അതെ, ഇടക്കണ്ടിട്ട് തന്നെ നോക്കുള്ളൂ അല്ലേ. കുതിരയുടെ ലുക്ക് നീ ശ്രദ്ധിച്ചിട്ടുണ്ടാ? കള്ള കണ്ടിട്ട് ഇങ്ങനെ. ഇവിടെ ഒരു കുട്ടി പ്രാവ് ഉണ്ട് കേട്ടോ. ഞാൻ അത് ശ്രദ്ധിച്ചില്ല. ഇതാ ഒരു കൂട്ടില് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത്രയും നേരം ഇവിടെ നിന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല. ഹായ്, എൻ്റെ ഫാദർ അല്ല. ക്യൂട്ട്. കല്യാണത്തിന് ഇനിയും കുറേ നേരം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെ പ്രെയർ എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം തന്നെയാണ് കല്യാണം നടക്കും. സോ അതുവരേക്ക് നമ്മൾ മൂന്നുപേരും കൂടെ ആ റിസോർട്ടെല്ലാം ഒന്ന് ചുറ്റി നടന്ന് നോക്കാമെന്ന് വിചാരിച്ച് നമ്മളങ്ങോട്ട് പോയി. ഈ റൂമിലാണ് ഞങ്ങൾ അന്ന് ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്തത്. പൊയ്ക്കോ, കെയർഫുള്ളായിട്ട് പോണം. അതൊക്കെ പോ. പേടിയുണ്ടെങ്കിൽ പോണ്ട. ഒന്നും ചെയ്യൊന്നുമില്ല. പേടിയുണ്ടെങ്കിൽ നീ പോണ്ട. ഞാൻ കൂടെ വരാനില്ല. വാ, ഇങ്ങോട്ട് വാ. ആഹാ, ഇന്നും നിറയെ പൂവുണ്ട് കണ്ടോ. നമ്മൾ അന്ന് വന്നപ്പോഴും ഇവിടെ ഇത്രയൊന്നും ലില്ലീസ് ഇല്ല. അല്ലിയാമ്പൽ പൊയ്കയിൽ അരയെന്നമുണരും.
ഉത്സവത്തിൻ്റെ പാട്ടം തോന്നുന്നു. നോക്ക്, ഇവിടെ ഒരു ബുദ്ധൻ്റെ തല മാത്രം വെച്ചിട്ടുണ്ട്. ബോഡി കാണാനില്ല. നോക്ക്, മൂക്കുമില്ല. ഒരു ഡാമേജ് പീസ്. മൂക്കൊക്കെ ഡാമേജ് ആയിരുന്നു. നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് താഴോട്ട് പോയാൽ 6. ഇപ്പം പിന്നെ 6 വെള്ളമില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം. ഇഷ്ടത്തിന് നമ്മളൊരു അന്ന് ഇവിടെയൊക്കെ കുളിച്ചതാണ് കേട്ടോ. പക്ഷെ ഇപ്പം അതാ ഒട്ടും വെള്ളമില്ല. ഇതുവഴിയാണ് ആറ്റിലേക്ക് പോകേണ്ടത്. പിള്ളേരത് അങ്ങോട്ട് പോകണില്ലേ? കണ്ട പിള്ളേരവിടെ എത്തി. കല്യാണത്തിന് നമ്മൾ വന്നിട്ട് നമ്മളിവിടെ എല്ലാം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരവിടെ പ്രെയറൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം തുടങ്ങുള്ളൂ. അപ്പം അതുവരെ നമുക്കിവിടെ ഒന്ന് ധനു പാട്ട് പാടണ നീ. ധനുവിന് നല്ല പാട്ട് വരണം കേട്ടോ. അവൻ നമ്മളിവിടെ ഒരിക്കൽ ഫോട്ടോഷൂട്ടിന് വന്നിട്ടുണ്ട്. വീട്ടിലേക്ക് നമ്മൾ വാൾപേപ്പർ വയ്ക്കാൻ വേണ്ടി, പിള്ളേരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെയാണ് വന്നത്. എന്തൊരു വ്യൂ എന്നറിയാമോ? മൂങ്കിൽ കാടുകൾ കണ്ട, മുള ഫുള്ളായിട്ട് മുള, ആ സൈഡ് ഫുള്ളായിട്ട് തെങ്ങും പിന്നെ റബ്ബർ. ഇവിടെ മോസ്റ്റ്ലി നമ്മൾ തമിഴ്നാട്ടിലെല്ലാം റബ്ബറിൻ്റെ കൃഷിയാണല്ലോ. നല്ല നല്ല മരങ്ങളെയൊക്കെ വെട്ടിയിട്ട് റബ്ബറാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ആറിൻ്റെ ബ്യൂട്ടി ആക്ച്വലി നല്ല മഴയൊക്കെ വന്ന് വെള്ളം കൂടുന്ന സമയത്ത് ഈ കല്ലൊന്നും കാണാൻ പറ്റില്ല. അതായത് പിള്ളേർ നിൽക്കുന്ന പാറകളൊന്നും കാണാൻ പറ്റില്ല. ഫുള്ളായിട്ട് ഇവിടെ വരെ വരും. നിൽക്കുന്നവരെയൊക്കെ വെള്ളം കാണും. പിന്നെ നമ്മുടെ ആടി മാസത്തിൽ ബലിയിടാൻ വരൂലേ, അമാവാസി, ആടി അമാവാസി. അപ്പോൾ അതിനൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് ബലിയിട്ടിട്ട് ഇവിടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് കൃഷ്ണൻ്റെ, അവിടെ പോയി തൊഴാറുണ്ട് ആൾക്കാർ. അപ്പോൾ പാട്ട് വരുന്നാടാ നിനക്ക്? ധനു ഇവിടെ വന്നപ്പോൾ അവന് നല്ല പാട്ട് വരുന്നെന്ന് പറയണം. എന്നിട്ട് കാര്യം ഇവിടെ വന്നാൽ ആര് വേണമെങ്കിലും മൂളിപ്പാട്ട് പാടാത്ത ആരും കാണില്ല. പിന്നെ ധനു അവൻ കുറച്ച് മ്യൂസിക്കെല്ലാം കമ്പോസ് ചെയ്യുന്നുണ്ട് കേട്ടാ. പാടിക്കൊണ്ട് വരികയാണ്. നീ ആള് എനിക്ക് ഒരു ആഡായിട്ട് എങ്ങനെ വേണോ നിങ്ങൾ വിചാരിക്കാം. അതായത് ഇപ്പം മ്യൂസിക് നന്നായിട്ട് കമ്പോസിങ് ചെയ്യുന്നുണ്ട്. കുറേ പാട്ടുകൾ കമ്പോസ് ചെയ്ത് വച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ നമ്മൾ ഒന്നും റിലീസ് ചെയ്തിട്ടില്ല. അതിന് കുറച്ച് എമൗണ്ടൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യണം, എങ്കിൽ തന്നെ അത് പുറത്തിറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഇവ ക്ലാസ് എടുക്കുന്നുണ്ട്, മ്യൂസിക്കിൻ്റെ കുറേ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്സാണ്. ഇവ MBA പഠിക്കുന്നുണ്ട്. അതുകൂടാതെ അവൻ ഈ പബ്ലിക് എക്സാമിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ക്ലാസ്. സോ അത് കൂടാതെ ഈ ഓൺലൈൻ ക്ലാസ് എടുക്കണം. അവന് തമിഴ്നാട് മാത്രമല്ല, ഡൽഹി, പൂനെ ഇങ്ങനെയുള്ള കുറേ പിള്ളേരൊക്കെ അവന് ക്ലാസ്സിൽ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയണ ആർക്കെങ്കിലും ഇവ വോക്കലല്ല, മ്യൂസിക് ഇൻസ്ട്രുമെൻ്റാണ്. പിയാനോ, ഡ്രംസ്, മൃദംഗം, പിന്നെ എന്തോന്ന് വയലിൻ, ഗിറ്റാർ. എനിക്ക് കൂടുതൽ പറയാറില്ല. അവന് വേറെ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിന് അവനടുത്ത് തന്നെ ചോദിക്കണം. ഞാൻ വേണമെങ്കിൽ അവൻ്റെ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കാം. ഏതെങ്കിലും കുട്ടിയൊക്കെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് പാട്ട്, ഐ മീൻ ഇൻസ്ട്രുമെൻറ്റ്സ്, മ്യൂസിക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ വേറെ ആർക്കെങ്കിലും ഇപ്പോൾ ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യില്ലേ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യില്ലേ, അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും വിളിക്കുക. കമ്പോസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി പോവാം, കല്യാണം കാണാൻ പോവാം. വേണ്ടേ? ദൈവമേ, കഴിക്കാൻ നമ്മൾ കഴിക്കാനാണ് അമ്മ. ഞങ്ങൾ ആറ്റിൽ പോയിട്ട് വന്നു. പക്ഷേ ഇവിടെ ഇന്നും പ്രെയർ ഒന്നും തീർന്നിട്ടില്ല. കല്യാണം ഇനി തന്നെയാണ്. പിന്നെ അവൾ കുറച്ച് നേരം ഒന്ന് കളിച്ചു. എൻ്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞു. അമ്മ ഒന്ന് പ്ലീസ് ഇരിക്കണമെന്ന്. ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. എന്നാലും ഞാൻ ശരി, അവളെന്നെ പിടിച്ചിരുത്തിയതിൽ 2 പ്രാവശ്യം ഞാനും ഒന്ന് ഊഞ്ഞാലാടി.
പക്ഷെ വരാനുണ്ടെന്ന് ഇത്ര ഇവിടെ ഒന്നും വന്നില്ല. എന്തോന്ന് ഇവിടെ ഒരു കൊച്ചു ആറ് ഓടുന്നുണ്ട് ഇവിടെ കൂടെ. ഇത് അവിടുത്തെ മെയിൻ ആറിൽ പോയി ജോയിൻ ആവും. ധനു കാർ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. കാർ അങ്ങ് പോയി വേറെ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ നിർത്തിയിട്ടുണ്ട്. വാ വാ വാ, ഡ്രസ്സ് നനയാൻ നോക്കിക്കോ. സിംബയെ കണ്ടു. ആ വെള്ളം ഇട്, ബോട്ടിലിട്. അതായിരിക്കും എടുത്തിട്ടോ. ഈ വെള്ളം ഇങ്ങനെ വന്ന് എവിടെ കൂടെ വന്ന് പോവും. കാറൊക്കെ ഇത് വഴി തന്നെയാണ് പോകേണ്ടത്. നടന്നു പോണവർക്ക് അത് വഴിയും പോവാം. അതിന് വേണ്ടിയാണ് അവർ ചെറിയൊരു ബ്രിഡ്ജ് കെട്ടിയിട്ടുണ്ട്. ഉണങ്ങി ചൊക്കി പോലെ ഇന്ന്. അയ്യോ, അതിൻ്റെ അടുത്ത് വേറൊരു സാധനം കിടന്നു. ഇതിനെനിക്ക് പേടിയാണ്, അതുകൊണ്ട് പോകാൻ പറ്റില്ല. എൻ്റെ പുറത്ത് വന്നത് കാരണം അവരതിനെ കെട്ടിയിട്ടു കേട്ടാ. എനിക്കിപ്പോൾ ഈ ഒരു ആളിവിടെ കിടക്കുന്ന കാരണം അങ്ങോട്ട് പോകാൻ വയ്യ, പേടി. ആള് മൊത്തത്തിൽ മാറി, പുളിയും ഇല്ല, പുല്ല് ഉണങ്ങി ചൊക്കിയായി. സിംബ ഇനി ചൊക്കിയാണ്. സിംബക്കുട്ടി, നമ്മളങ്ങനെ ആഹാരമൊക്കെ കഴിച്ചിട്ടൊന്ന് തിരിച്ചു. ഇനി വേറെയും ജോലികളുണ്ട്, അത് കാരണം വേഗം ഇറങ്ങി. വേഗമല്ല, കുറേ നേരം ആയില്ലടാ, 2 hours ആയി. ഞങ്ങളങ്ങനെ കല്യാണത്തിന് പോയിട്ട് ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ മോൻ്റെ നമ്പർ ഞാനിതിൽ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് വല്ലതും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ, അതായത് നമ്മളിപ്പോൾ റിസോർട്ടിൽ പോയില്ലേ, ആ റിസോർട്ടിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ അവരുടെ നമ്പർ അയച്ചിട്ട് തരാം കേട്ടോ. ഏഡൻ ഫാൾസ് ആർക്കെങ്കിലും ഇവിടെ വന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളവർ ആവശ്യപ്പെടും. കമൻറ്റിലൊന്ന് നോട്ട് ചെയ്താൽ മതി, ഞാൻ നമ്പർ അയച്ചു തരാം. പിന്നെ വേറെ എന്തെന്നാ, അപ്പോൾ ഇത്ര തന്നെയാണ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.